2025 SSLC ഫിസിക്സ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 20 ചോദ്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി, പ്രകാശത്തിന്റെ പ്രതിഫലനവും അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കുക. ലെൻസുകളുടെയും ദർപ്പണങ്ങളുടെയും ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ ലെൻസ് പവറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ബന്ധം എന്നിവയും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതായി, വൈദ്യുതകാന്തിക പ്രേരണം, വൈദ്യുത മോട്ടോർ, ജനറേറ്റർ എന്നിവയുടെ പ്രവർത്തന തത്വങ്ങൾ പഠിക്കുക. വൈദ്യുത സർക്യൂട്ടുകളിലെ പ്രതിരോധം, വോൾട്ടേജ്, കറന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി, താപം, ഊർജം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റുകളും അവ തമ്മിലുള്ള ബന്ധവും പഠിക്കുക. താപനില അളക്കുന്നതിനുള്ള വിവിധ സ്കെയിലുകളും പ്രധാനപ്പെട്ടതാണ്. നാലാമതായി, ആറ്റത്തിന്റെ ഘടന, ന്യൂക്ലിയർ ഫിസിക്സ്, റേഡിയോ ആക്ടിവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ പഠിക്കുക. ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പ്രവർത്തനവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമതായി, പ്രകാശത്തിന്റെ വിസരണം, മഴവില്ലുണ്ടാകുന്ന വിധം, അതുപോലെ തന്നെ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം എന്നിവയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ കൂടാതെ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കുക. പഴയ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് പരിശീലനം നേടുന്നത് പരീക്ഷയിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ സഹായിക്കും. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും, ഇതാ കൂടുതൽ ചോദ്യങ്ങൾ. ഒന്നാമതായി, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ജിയോതെർമൽ ഊർജം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കുക. അവയുടെ പ്രവർത്തന രീതിയും പരിസ്ഥിതിയിലുള്ള സ്വാധീനവും മനസ്സിലാക്കുക. രണ്ടാമതായി, ശബ്ദത്തിന്റെ വേഗത, ആവൃത്തി, തരംഗദൈർഘ്യം എന്നിവ തമ്മിലുള്ള ബന്ധം പഠിക്കുക. ഡോപ്ലർ ഇഫക്റ്റ് എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുക. മൂന്നാമതായി, ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ട്രാൻസിസ്റ്റർ, ഡയോഡ് എന്നിവയുടെ പ്രവർത്തന തത്വങ്ങൾ പഠിക്കുക. കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും പ്രവർത്തനത്തിൽ ഇവയുടെ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കുക. നാലാമതായി, നാനോ ടെക്നോളജി എന്താണെന്നും അതിന്റെ വിവിധ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും പഠിക്കുക. വൈദ്യശാസ്ത്രം, ഊർജം, വിവരസാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ നാനോ ടെക്നോളജിയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി, ബഹിരാകാശയാത്രയെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുക. റോക്കറ്റുകളുടെ പ്രവർത്തനവും വിവിധ തരം ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളും മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ കൂടാതെ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കുക. പഴയ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് പരിശീലനം